ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഭയങ്കര ചൂടല്ലേ? നമുക്കൊരു നല്ല അടിപൊളി ഒരു ചെമ്പരത്തി സിറപ്പ് ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് ജ്യൂസ് ആക്കാം. ഈ ഒരു വേനൽക്കാലത്ത് ഒരു വെറൈറ്റി ജ്യൂസ് കുടിച്ചാലോ? എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ആദ്യം തന്നെ ദേ ചെമ്പരത്തി പൂവെല്ലാം ഇത് നിറച്ചും ചെമ്പരത്തിയാ, കൈ എത്തുന്നിടത്തു നിന്നെല്ലാം പറിച്ചു. പൂവുണ്ടേ, ഇപ്പം നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. പൂ പറിച്ചു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കാണിച്ചു തരാം, വാ. 5 ഇതളുള്ള ചെമ്പരത്തിയാണ് വേണ്ടിയത് കേട്ടോ, 5 ഇതള്. എന്നിട്ട് ഇതെങ്ങനെയാ ചെയ്യുന്നറിയോ? ഇത് കണ്ടോ, ഇതിങ്ങനെ കളഞ്ഞിട്ട് ഇതള് മാത്രം നമ്മളിങ്ങനെ ഇളത്തിയെടുക്കുവേ. കണ്ടോ, ഇങ്ങനെ ഇതളടത്തിയെടുക്കണം. അപ്പം ഇത് മുഴുവനും നന്നായിട്ട് കഴുകി ഇതളടത്തിയെടുക്കാം. ചെമ്പരത്തിപ്പൂ എല്ലാം കഴുകി ഇതളടത്തി ഇതാ നോക്കിയേ, നമ്മളൊരു പാത്രത്തിലോട്ടിട്ടേ. ഇനി ഇതിൽ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിക്കുന്നേ. കണ്ടോ, 3 കപ്പ് വെള്ളം ഒഴിച്ചു. സ്റ്റൗ ഓൺ ചെയ്തു. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഒന്ന് മൂടി വയ്ക്കാവേ. ഇനി നമ്മൾ ഇതിനകത്ത് ഇപ്പം 3 കപ്പ് വെള്ളമല്ലേ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചേ, ചെമ്പരത്തി ഇതിനകത്ത്. ഇനി നമ്മൾ ഇതിനകത്ത് 2 കപ്പ് പഞ്ചസാര. ഇതിനകത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ചെമ്പരത്തിയുടെ ആ സിറപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയേ. ആരെങ്കിലും വരുമ്പോഴത്തേനും അല്ലെ നമുക്ക് കുടിക്കാനാണെങ്കിലും വേഗം തന്നെ നമുക്കൊരു തണുത്ത വെള്ളം ഒഴിക്കുക, ഇച്ചിരി നാരങ്ങാനീര് ഒഴിക്കുക. കാണിച്ചു തരാം ഞാൻ. ഇതൊന്ന് പാനി ആയിക്കോട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ സിറപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാവേ. ചെമ്പരത്തിപ്പൂവിൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. കുറച്ച് ചെമ്പരത്തി ഉള്ളെങ്കിൽ 1 ഗ്ലാസ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇതിപ്പോൾ ഞാൻ 3 ഗ്ലാസ് ഒഴിച്ച് എന്നാണെന്നറിയോ, എനിക്ക് കുറച്ച് കൂടുതൽ എടുത്ത് വെക്കാനാണ്. കളർ ഇച്ചിരി കുറഞ്ഞു പോയാലും വേണ്ടിയില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ ജ്യൂസല്ലേ, അപ്പം വെറുതെ അങ്ങ് കുടിക്കാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ നമ്മുടെ പഞ്ചസാരയില്ലേ പാനിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സിറപ്പിനെ ഇതിനെ അങ്ങോട്ട് അതിനകത്തോട്ട് ഒഴിക്കുക. കണ്ടോ, ഇതിനെയും നല്ല പോലെ ഒന്ന് പഞ്ചസാര പാനി നല്ലപോലെ ആയി ഒരു ചെറുതായിട്ടൊരു നൂല് വലിയുന്ന പരുവത്തിലാണ് നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിനെ ഇല്ലേ ഇങ്ങനെ തന്നെ ആക്കി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇനി നമ്മളിത് നല്ലപോലെ തണുക്കാൻ വയ്ക്കുക. തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ചില്ല് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. പിന്നെ ആവശ്യമുള്ളപ്പോൾ എത്ര എടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമ്മളില്ലേ 1 ഗ്ലാസ് എടുക്കണം. അതിനകത്തോട്ട് ഇതാ 1 ഗ്ലാസ്സിന് ഒരു 1/2 സ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്കനുസരിച്ച് ഈ പുളിയുടെ അനുസരിച്ച് 1 സ്പൂൺ ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ നമ്മുടെ സിറപ്പ്. ചെറുനാരങ്ങ നീരൊഴിച്ചു, അതുപോലെ തന്നെ സിറപ്പ് അത്ര ഒഴിച്ചു. ഇനി നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നു. നമ്മുടെ ചെമ്പരത്തിപ്പൂ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾ ഭയങ്കര ഹെൽത്തിവാ. പഞ്ചസാരയുടെ ആവശ്യമില്ല, നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്നിട്ട് ഈ സിറപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. ആര് വന്നാലും എടുത്ത് ഉണ്ടാക്കി കൊടുക്കുക. ഒരു കളറോ ഒരു മായോ ഒന്നുമില്ലല്ലോ, നമ്മുടെ പറമ്പിലുള്ള ചെമ്പരത്തിയല്ലേ. അതുപോലെ തന്നെ ഇനിയും വെറൈറ്റി 2-3 ജ്യൂസുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ഈ ചൂടിനെ ഒന്ന് ശമിപ്പിക്കണ്ടേ. സൂപ്പറാട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ബൈ.